ജമ്മുവിൽ മലയാളി വൈദികന് നേരെ ബിജെപിയുടെ ആക്രമണം. പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ചായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഏതായാലും രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുകയാണ്. പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് ഈ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ പോകുന്നു, മറുവശത്ത് ഗുരുതരമായ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഈ പാസ്റ്റർ ബേബി ജേക്കബിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് പറയാനുള്ളത്? സിജു, തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന്റെ തലേന്നാണ് ഇത്തരത്തിൽ പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെ ഒരു RSS ആക്രമണം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഈ ക്രിസ്മസ് സമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഈ പാസ്റ്റർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ പരിക്കേറ്റ ബേബി ജേക്കബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ആറസ്പുരയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പാസ്റ്റർ ബേബി ജേക്കബും കുടുംബവും കഴിഞ്ഞ 13 വർഷമായി ഇവിടെ ആറസ്പുരയിലാണ് താമസം. എന്തായാലും നിലവിൽ ബേബി ജേക്കബ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ് എന്നതാണ് ഒരു പ്രതികരണം നൽകിയിട്ടുള്ളത്. സിജു, അതായത് വിഷ്ണു പറയുന്നതനുസരിച്ച് 13 വർഷമായി ഇത്തരത്തിൽ ഈ പാസ്റ്റർ ബേബി ജേക്കബ് അവിടെ ഈ വൈദിക വൃത്തി നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം. കാരണം മൂന്നാം മോദി സർക്കാർ വരുന്നു, അതിനുശേഷം ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് പലയിടങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 13 വർഷമായി ബേബി ജേക്കബ് ഈ ഒരു ആറസ്പുരയിൽ, കാശ്മീരിലെ ആറസ്പുരയിൽ ഒരു സ്ഥിര താമസക്കാരനാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ വലിയ തോതിലൊരു അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒക്കെ പറയുന്ന കണക്കുകൾ അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ 2014 മുതൽ, അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായിട്ടുള്ള അതിക്രമം ഏകദേശം 500% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം 2025 നവംബർ വരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് ഏകദേശം 710ഓളം കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ടും ചെയ്തത്. അപ്പോൾ അതിന് പിന്നാലെയായിരുന്നു വലിയ തരത്തിൽ ക്രിസ്മസ് ബഹിഷ്കരിക്കാനൊക്കെയുള്ള ആഹ്വാനങ്ങൾ ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ക്രിസ്മസ് കരോളിനെതിരെ അതിക്രമം ഉണ്ടാകുന്നു. ക്രിസ്മസ് അലങ്കാരങ്ങളൊക്കെ തന്നെ തകർക്കുന്നതും പല BJP സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ കാശ്മീരിലും മലയാളി പാസ്റ്റർക്ക് നേരെ ഒരു RSS അതിക്രമം ഉണ്ടായിരിക്കുന്നത്. സിജു.